എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പറയുന്നത് HSIക്ക് ആയാലും സെറ്റിനായാലും ഉപകാരപ്രദമായ ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി സീറോസ് ആർ ദർ ഇൻ 100 ഫാക്ടോറിയൽ? ഇത് ഒരു ആള് നമുക്ക് കമന്റ് ആയിട്ട് വന്നതാണ്. ഇത് ഒന്ന് ചെയ്തു തരുമോ ചോദിച്ചിട്ട്. അപ്പോൾ ഹൗ മെനി സീറോസ് ആർ ദർ ഇൻ 100 ഫാക്ടോറിയൽ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? അതായത് 100 ഫാക്ടോറിയൽ സീറോസ് പറഞ്ഞെങ്കിൽ നമുക്ക് എന്തായാലും ഇൻറ്റു 10 ആവണം അല്ലെ. ഇൻറ്റു 10 ആയാൽ മാത്രമല്ലേ നമുക്ക് അത് സീറോസ് വരുള്ളൂ. അപ്പൊ നമുക്ക് എത്ര ടെൻസ് ഉണ്ട് അതിലെന്നാണ് നമുക്ക് നോക്കേണ്ടത് അല്ലെ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? അതായത് 10 പറഞ്ഞെങ്കിൽ 100 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 100 ഇൻറ്റു 99 ഇൻറ്റു 95 ഇൻറ്റു എക്സിട്ര അല്ലെ, 1 വരെ. ഇതല്ലേ 100 ഫാക്ടോറിയൽ. അപ്പൊ നമുക്ക് ഇതിൽ ഇൻറ്റു 10 എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കാൻ വേണ്ടി 2നും 5നും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 10 കിട്ടില്ലേ? 2ഉം 5ഉം ആയിട്ടുള്ളത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 10 കിട്ടും അല്ലേ. അപ്പൊ എത്ര ടെൻസ് ആണ് അതിലുള്ളതെന്ന് നോക്കിയ കഴിഞ്ഞാൽ നമുക്ക് എത്ര സീറോസ് ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് അറിയാം ഒരു ഫോർമുല ഉണ്ട്. എന്താണ്? exponent of a prime p. Exponent of a prime p in n factorial. ഇത് കാണാൻ ഒരു വാക്യമുണ്ട്. എങ്ങനെയാണ് എഴുതുക? exponent of p equal to എന്താണ്? greatest integer n by p plus greatest integer n by p square plus greatest integer n by p cube plus etc. ഏത് വരെ ചെയ്യണം? p raised to k എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ n വരണ വരെ നമ്മൾ ഇത് ആഡ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ എക്സ്പോണന്റ് ഓഫ് 5 ആദ്യം കാണാം. എക്സ്പോണന്റ് ഓഫ് 5 എന്താ വരിക? പ്രൈം 5 ഇൻ 100 ഫാക്ടോറിയൽ അല്ലെ. 100 ഫാക്ടോറിയൽ അല്ലേ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പൊ 100 ഫാക്ടോറിയലിൽ നമുക്ക് കാണാൻ എന്താ ചെയ്യാ? 100 ഡിവൈഡഡ് ബൈ 5 പ്ലസ് 100 ഡിവൈഡഡ് ബൈ 5 സ്ക്വയർ പ്ലസ് 100 ഡിവൈഡഡ് ബൈ 5 ക്യൂബ് വേണോ? ആവശ്യമുണ്ടോ? 5 ക്യൂബ് എന്ന് പറഞ്ഞാൽ 125 ആയി, 100നെക്കാട്ടും വലുതായി. അപ്പൊ അത് ആവശ്യമില്ല അല്ലെ. അപ്പൊ ഇത് രണ്ടുമേ വരുള്ളൂ. 100 ഡിവൈഡഡ് ബൈ 5 ഗ്രേറ്റസ്റ്റ് ഇന്റിജർ എത്ര വരിക? 20 അല്ലെ. 100 ഡിവൈഡഡ് ബൈ 5 സ്ക്വയർ എത്ര വരിക? 4. അപ്പൊ എന്താണ്? 24 എന്ന് വന്നു അല്ലെ. ഇനി എക്സ്പോണന്റ് ഓഫ് 2 in 100 ഫാക്ടോറിയൽ എങ്ങനെ കാണാം? ഈക്വൽ ടു 100 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 100 ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ പ്ലസ് 100 ഡിവൈഡഡ് ബൈ 2 ക്യൂബ് plus 100 divided by 2 raised to 4. 100 divided by 2 raised to 5. 2 raised to 5 എന്ന് പറഞ്ഞാൽ എത്രയായി? 2 ക്യൂബ് 8 ആണ്, 16, 32 ആയി അല്ലെ. ഇനി ഒരെണ്ണം കൂടി എഴുതണം. 100 divided by 2 raised to 6. എല്ലാം കൂടി കൂട്ടിയാൽ നമുക്ക് എക്സ്പോണന്റ് ഓഫ് 2 in 100 ഫാക്ടോറിയൽ കാണാം. അപ്പൊ ഇവിടെ എന്താ വരിക? 50 വരും അല്ലെ. 100 ഡിവൈഡഡ് ബൈ 2 50. ഇനി 100 ഡിവൈഡഡ് ബൈ 4 എന്താണ്? 25 അല്ലെ. പിന്നെ എന്താ വരിക? പിന്നെ എന്തൊക്കെ വരും? 100 ഡിവൈഡഡ് ബൈ 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8. അപ്പൊ 12 96 അല്ലെ, 12 വരും. ഇനി അടുത്തത് 100 ഡിവൈഡഡ് ബൈ 2 raised to 4 എന്ന് പറഞ്ഞാൽ 16 വരുമ്പോ എത്ര വരും? 16 3 അല്ലേ വരിക? നോക്കൂ. അല്ല, 16 6 വരും അല്ലെ. 16 6 96 വരാം. 16 6 96. നെക്സ്റ്റ് 16 കഴിഞ്ഞ 32 എത്ര പ്രാവശ്യം വരും? 3 പ്രാവശ്യം പോകും അല്ലെ. ഇനി 32 കഴിഞ്ഞ 64 എത്ര പ്രാവശ്യം? 1 പ്രാവശ്യം. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടിയാൽ എത്ര കിട്ടും നോക്കൂ?
50, 25, 75, 78, 6, 84, 86, 96, 97. 97 ആണ് ഇത് എക്സ്പൊണന്റ് ഓഫ് 2 in 100 ഫാക്ടോറിയൽ. എക്സ്പൊണന്റ് ഓഫ് 5 in 100 ഫാക്ടോറിയൽ എത്രയാ കിട്ടിയത് നമുക്ക്? 24 എന്ന് കിട്ടി അല്ലെ? അപ്പൊ ഇനി എന്താണ് മിനിമം ഏതാണെന്ന് നോക്കുക. മിനിമം ഓഫ് എക്സ്പൊണന്റ് ഓഫ് 5 in 100 ഫാക്ടോറിയലും എക്സ്പൊണന്റ് ഓഫ് 2 in 100 ഫാക്ടോറിയലും. അപ്പൊ മിനിമം എന്താണ് വരിക? മിനിമം ഓഫ് 2497. ഏതാണ് മിനിമം? 24 ആണ്. അപ്പൊ ആൻസർ ഏതാണ്? 24 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വാക്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് എക്സ്പൊണന്റ് ഓഫ് എ പ്രൈം p in n ഫാക്ടോറിയൽ ഏതൊരെണ്ണമായാലും നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാൻ സാധിക്കും. താങ്ക് യു.